BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. UAEയുടെ 53-ാം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റൈൻ ഭരണാധികാരികൾ ആശംസകൾ അറിയിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെയാണ് ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ ആശംസകൾ അറിയിച്ചത്. UAEയും ബഹ്റൈനും തമ്മിലുള്ള ചരിത്രപരമായ സഹകരണ ബന്ധങ്ങൾ കണക്കിലെടുത്ത് ബഹ്റൈനിലെ സ്ഥാപനങ്ങളിലും നിരത്തുകളിലും കെട്ടിടങ്ങളിലും UAE ദേശീയ പതാകകൾ സ്ഥാപിക്കുകയും ദേശീയ പതാകയുടെ നിറത്തിലുള്ള ലൈറ്റുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ബഹ്റൈൻ വനിതാ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക വികസന മന്ത്രാലയം ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമായി പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഡിസംബർ 1-നാണ് ബഹ്റൈൻ വനിതാ ദിനമായി ആചരിക്കുന്നത്. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പിന്തുണയോടെയും ബഹ്റൈനിലെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ നേടിയ മികച്ച സ്ഥാനത്തിന് സൂചകമാണ് വനിതാ ദിനമെന്നും സാമൂഹിക വികസന മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സഹർ റാഷിദ് അൽ മനായി പറഞ്ഞു. രാജപത്നി ഹെർ എക്സലൻസി സബീക ബിൻ ഇബ്രാഹിം അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംരംഭങ്ങളെയും അണ്ടർ സെക്രട്ടറി അഭിനന്ദിച്ചു. വനിതാ സുപ്രീം കൗൺസിലിന്റെ പ്രവർത്തനങ്ങളും വനിതകളുടെ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദേശീയ വികസനത്തിൽ സ്ത്രീകളുടെ നിരന്തര പരിശ്രമങ്ങളും നേട്ടങ്ങളും ഉയർന്ന തോതിൽ ആദരിക്കപ്പെടുന്നുവെന്നും അണ്ടർ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. എല്ലാ വികസന മേഖലകളിലും വ്യത്യസ്ത റോളുകളിലും ഉത്തരവാദിത്തങ്ങളിലും മികവ് പുലർത്താനുള്ള ബഹ്റൈൻ വനിതകളുടെ കഴിവിനെയും അവർ അഭിനന്ദിച്ചു. വിവിധ മന്ത്രാലയങ്ങളിൽ കഴിഞ്ഞ ദിവസം ബഹ്റൈൻ വനിതാ ദിനാചരണങ്ങൾ ജീവനക്കാർക്ക് മന്ത്രിമാർ അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ബഹ്റൈൻ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസും വുമൺ എക്രോസും ചേർന്ന് കുട്ടികൾക്കായുള്ള ഹിദ് റിഹാബിലിറ്റേഷൻ സെന്റർ മേധാവി മാമ ബസ്മയെ സന്ദർശിച്ചു. ബഹ്റൈനിലെയും സൗദി അറേബ്യയിലെയും TV അവാർഡ് KFU എന്ന നേട്ടം കൈവരിച്ച മാമ ബസ്മ ബഹ്റൈനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. ഫസ്ലുൽ റഹ്മാൻ, അദ്നാൻ, ഹാജർ, ആയിഷ, നിഹാര, സയ്യിദ് ഹനീഫ് എന്നിവരടങ്ങുന്ന ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ടീമും സുമിത്ര, ജസ്മ വികാസ്, ദൃശ്യ ജ്യോതിഷ്, റീഷ്മ വിനോദ്, പ്രവീൺ നായർ എന്നിവരുൾപ്പെട്ട വുമൺ എക്രോസ് ടീമും സന്ദർശനത്തിൽ പങ്കെടുത്തു. പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ റിദിൻ രാജ് ചുമതലയേറ്റു. ലോകത്തെമ്പാടും ചാപ്റ്ററുകളുള്ള PLCയുടെ ബഹ്റൈൻ ചാപ്റ്റർ ജനറൽ സെക്രട്ടറിയായിട്ടാണ് ഡോക്ടർ റിദിൻ രാജ് ചുമതല ഏറ്റെടുത്തത്. കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ റിദിൻ രാജ് കഴിഞ്ഞ 17 വർഷമായി ബഹ്റൈനിലാണ്. ബഹ്റൈനിലും മിഡിൽ ഈസ്റ്റിലുമുള്ള എല്ലാ പ്രവാസികളെയും ഒരുമിപ്പിക്കാൻ ഡോക്ടർ റിദിൻ രാജിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ഇബ്രഹാം, ഗ്ലോബൽ വക്താവും PLC ബഹ്റൈൻ ചാപ്റ്റർ അധ്യക്ഷനുമായ സുധീർ തിരുനിലത്ത് എന്നിവർ അറിയിച്ചു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. 100ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ മുഹമ്മദ് റജാസ്, ഷിബ്ലി ആവാസ്, അഷ്റഫ് AP, അഹമ്മദ് ഫറൂഖി എന്നിവരെ ആദ്യ വിജയികളായും 15-ൽ 14 ഉത്തരങ്ങൾ ശരിയായി നൽകിയ സാജിദ കുക്കരബേട്ടു, മനോജ് എബ്രഹാം ജോർജ്, വിഷ്ണു ജയകുമാർ, റോബിൻ കോശി, മണികണ്ഠൻ ചന്ദ്രൂത്ത്, നിതിൻ ചെറിയാൻ, കണ്ണൻ നായർ, കുഞ്ഞി മുഹമ്മദ് കല്ലുങ്ങൾ എന്നിവരെ 2ാം സ്ഥാനക്കാരായും തെരഞ്ഞെടുത്തു. വിജയികൾക്ക് IYCC ബഹ്റൈൻ പൊതുപരിപാടിയിൽ സർട്ടിഫിക്കറ്റുകളും സമ്മാനവും വിതരണം ചെയ്യുന്നതാണെന്നും IYCC ബഹ്റൈൻ ഭാരവാഹികൾ അറിയിച്ചു. തമിഴ്നാട്ടിൽ ദുരിതം വിതച്ച ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ദുർബലമായി തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പലയിടത്തും ശക്തമായ കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി. പുതുച്ചേരി തീരത്താണ് ആദ്യ ചുഴലിക്കാറ്റ് വീശിയത്. അതിശക്തമായ മഴയെ തുടർന്ന് തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ്, കേരളം, ഉൾനാടൻ കർണാടകയുടെ പല ഭാഗങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പുതുച്ചേരിയിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് മഴയാണ് പെയ്യുന്നത്. ഞായർ രാവിലെ 9 വരെയുള്ള 24 മണിക്കൂറിൽ 46 സെന്റിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത്. പുതുച്ചേരിയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന നിരവധി പേരെ ഇന്ത്യൻ സൈന്യം രക്ഷപ്പെടുത്തി. അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമായി ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പൽ INS വിക്രമാദിത്യ വീണ്ടും കൊച്ചിയിലേക്ക് എത്തുന്നു. കപ്പലിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം 1207.5 കോടി രൂപയുടെ കരാർ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ഒപ്പുവെച്ചു. 3500ഓളം പേർക്ക് ജോലി ലഭിക്കുന്നതും 50ഓളം
MSMEകൾക്ക് വരുമാനം ലഭിക്കുന്നതുമാണ് ഈ പദ്ധതി. 2013 നവംബർ ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് INS വിക്രമാദിത്യ. ഈ കപ്പലിൽ 5 മാസം കൊണ്ട് കരുത്ത് വർദ്ധിപ്പിക്കുക, തകരാറുകൾ പരിഹരിക്കുക എന്നതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് മുന്നിലുള്ള ലക്ഷ്യം. എല്ലാ ജോലികളും പൂർത്തിയായാൽ ഇന്ത്യൻ നാവികസേനയിൽ INS വിക്രമാദിത്യ തിരികെ ചേരും. കേരളത്തിൽ തീവ്ര മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാൽ വൈദ്യുതി അപകടങ്ങളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് KCB അറിയിച്ചു. മരക്കൊമ്പുകൾ വീണോ മറ്റോ വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞുകിടക്കാനോ സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിലും പുലർച്ചെയും പുറത്തിറങ്ങുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണം. അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം തൊട്ടടുത്ത KCB സ്റ്റേഷൻ ഓഫീസിൽ 9496010101 എന്ന എമർജൻസി നമ്പറിലോ വിവരം അറിയിക്കേണ്ടതാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തിയ കാമുകന്മാരും ആൺ സുഹൃത്തുക്കളും ഏറ്റുമുട്ടി. 4 പേരെ പോലീസ് പിടികൂടി. പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ കരുവാറ്റ VV ഭവനത്തിൽ വിഷ്ണുനാഥ്, കരുവാറ്റ അമ്മൂമ്മപ്പറമ്പ് കോളനി അഭിജിത്ത് എന്നിവരും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് കുമാരപുരം ഏരിയപ്പറമ്പ് അശ്വതി ഭവനിൽ ആദിത്യൻ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരു വിദ്യാർത്ഥി എന്നിവരും അറസ്റ്റിലായി. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും പഠനാവശ്യത്തിന് എന്ന പേരിൽ വീട്ടിലെത്തിയ സഹപാഠിയായ വിദ്യാർത്ഥിനിയും ഉണ്ടായിരുന്ന വീട്ടിലേക്കാണ് വിദ്യാർത്ഥികളായ 2 ആൺസുഹൃത്തുക്കൾ എത്തിയത്. ഈ സമയം തന്നെ പെൺകുട്ടികളുടെ കാമുകന്മാരും അവിടെ എത്തിയപ്പോഴാണ് ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായത്. ബഹളം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ 3 പേർ ഓടി രക്ഷപ്പെട്ടു. മദ്യലഹരിയിലായിരുന്ന ഒരാളെ വീട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തുടർന്ന് മറ്റു 3 പ്രതികളെ കൂടി പിടികൂടി. അന്വേഷണത്തിൽ പെൺകുട്ടികൾ 2 വർഷമായി ലൈംഗിക പീഡനത്തിനിരയായിരുന്നതായും കണ്ടെത്തി. ഹരിപ്പാട് SHO മുഹമ്മദ് ഷാഫി, SIമാരായ ശ്രീകുമാർ, ഷൈജ, ഉദയൻ, SI ശ്യാംകുമാർ, CPOമാരായ രേഖ, സനീഷ്, ശ്രീജിത്ത്, പ്രമോദ്, ശരത്, നിഷാദ്, സജാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.